ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത്തവണ ഓണത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബിയില്ല, ചേച്ചിയില്ല, അച്ചാച്ചനില്ല, അങ്ങനെ ആരുമില്ല കേട്ടോ. അപ്പോൾ ആകെ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഞാനും ഇച്ചാനും ഉണ്ട്, പപ്പായും മമ്മിയുണ്ട്. അവരൊക്കെ അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തവണ വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എല്ലാ തവണയും നമ്മൾ വീട്ടിലിങ്ങനെ തലേദിവസം സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ റെഡിയാക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ എല്ലാ വർഷവും നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് ഓണം ആഘോഷിക്കാറൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തവണ ആരും ഇല്ല താനും, തന്നെയല്ല എല്ലാ ദിവസവും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഇച്ചിരി വെറൈറ്റി ആകാം. അപ്പം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ പപ്പായുടെ അടുത്തും മമ്മിയുടെ അടുത്തും കുറച്ച് സർപ്രൈസ് ആക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഇച്ചാനുമായിട്ട് പറഞ്ഞപ്പം ഓക്കെ എങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ പെട്ടെന്ന് റെഡിയായി പോകുന്നത് കൊണ്ടാണ് സാരിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നോക്കിയില്ല. പെട്ടെന്ന് എന്നാലും എൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട മെഡിസാണ് അത്, പക്ഷേ ഇന്നാണ് ഇടുന്നതെന്ന് മാത്രം. പിന്നെ ഇച്ചാൻ്റെ എൻ്റെ ഡ്രസ്സ്, ഇച്ചാൻ്റെ സെയിം ഡ്രസ്സ് മൈ ഡെസിഗ്നേഷനിൽ നിന്ന് സെയിം സാരി ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫീസിലെ ഓണപ്പരിപാടിക്ക് ഞാൻ ഉടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് ഇന്ന് ഉടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇന്നൊരു മഴയും കൂടി ആയിരുന്നല്ലോ. പിന്നെ അത് ഒന്നുകൂടെ ചീത്തയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് സിമ്പിളായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറേ നല്ല ഫോട്ടോ സ്പോട്ടുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഊഞ്ഞാലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റീൽസിന് വേണ്ടതും അല്ലാതെ കുറച്ച് മെമ്മറീസായിട്ടൊക്കെ കുറേ ഫോട്ടോസ്, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും ഒന്നിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പം നേരെ വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പപ്പടവും പഴവും പായസം എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചു. ഓണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഇത്തവണ കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മാവേലിയായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മാവേലിയായിട്ട് സംസാരിച്ചു ഒക്കെ വന്നപ്പം നമ്മുടെ നെയ്ബറിൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ പപ്പയുടെ ഭയങ്കര ഫാനായി. എന്നിട്ട് പിന്നെ പപ്പയായിട്ട് അവർ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്നെ പറ്റിക്കുവാണ് കേട്ടോ, മോഹൻലാൽ വരുന്നുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ കുറേ നേരമൊക്കെ നടന്നിട്ട് പിന്നെ ആളുടെ അടുത്ത് യാത്ര പറഞ്ഞ് നേരെ വീട്ടിൽ പോന്നു.